എക്സ്ക്യൂസ് മീ, ഈ ബാംഗ്ലൂർക്ക് ബസ് ഉടനെ എപ്പോഴത്തേക്ക് ഉണ്ടാകുമായിരിക്കും എല്ലാം പറയുന്നു. എടോ, ഞാനിപ്പോ ഈ കൗണ്ടറിനകത്തിരുന്ന് വിളിച്ചു പറഞ്ഞത് ഇവിടെ പാറ്റാ ഗുളിക, കൊട്ടൻ ചുക്കാതി തൈലം തുടങ്ങിയവ വിൽക്കാനുണ്ടെന്നല്ല. ബസ്സില്ല എന്നാണ്. ഇതിന് മാത്രം ദേഷ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞാൽ പോരോ. എന്റെ പെങ്ങളെ ശ്രീധരപ്പയുടെ ബാക്കി ചോദിക്കാൻ വേണ്ടി വന്നോന്നല്ലോ. മനുഷ്യൻ ഇവിടെ വാലിൽ തീ പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞേക്കാം. എന്നാ പിന്നെ ആ വാലിൽ നിന്ന് ഒരു വീഡിയോ എത്തിച്ചാലോ? എന്റെ പോഴം ചെറുക്ക, നീ മണ്ടത്തരം പറയരുത്. എനിക്കെന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നീ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ നിന്നെ വാർക്കപ്പണിക്ക് കൊണ്ടുവന്നതല്ല. നമ്മളെന്ന് പറഞ്ഞ കൊള്ളക്കാരാണ്. ഇതിനകത്തിരിക്കുന്ന എന്നാന്നറിയോ? 10 ലക്ഷം രൂപ വില വരുന്ന വെള്ളിമൂങ്ങയാണ് ഇതിനകത്തിരിക്കുന്നത്. ഈ സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന് സംശയം തോന്നാത്ത രീതി വേണം നമ്മൾ ഇവിടുന്ന് നീങ്ങാൻ വേണ്ടിയിട്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന 10 ലക്ഷം രൂപ. 5 ലക്ഷം നിനക്കും, 5 ലക്ഷം എനിക്കും. ഓക്കെ, ആർക്ക് സംശയം തോന്നരുത്. ഒരു തോന്നണം. കാരണം ഇന്ന് ഹർത്താലും കൂടെയാണ്, അത് മനസ്സിലാക്കണം. ഓക്കെ, കമോൺ, വരൂ. നീ കപ്പ പറിക്കാൻ വേണ്ടി പോകണം. അല്ലെ സംശയം തോന്നാതെ നീങ്ങാൻ പറഞ്ഞു. മണ്ടത്തരം കാണിക്കല്ലേ. മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ വല്ലതും വിളിച്ചു പറയാം. അതുകൊണ്ടായി പറഞ്ഞത് മിണ്ടരുത്. നീ കൂടുതലാണ് ന്യായമൊന്നും പറയണ്ട. ഇന്നലെ ഫ്രാൻസിസ് മോലാൽ വിളിച്ച് എന്തോരം തെറിയാ പറഞ്ഞറിയാവോ? ഫ്രാൻസിസ് മോലാളി തെറി പറഞ്ഞു. പിന്നെ പുണ്യാളുടെ പേരും വെച്ച് ആ പുള്ളിയുടെ വായിന്ന് വന്നതൊന്ന് കേൾക്കണമായിരുന്നു. എന്നാ കാര്യത്തിന്? എടാ, നീ കൊടുത്ത നക്ഷത്രാമല് നക്ഷത്രം ഇല്ലായിരുന്നു. ഞാനല്ല കൊണ്ടുപോട്ട നക്ഷത്രം ഉണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നല്ലോ. നക്ഷത്രം ഇല്ലായിരുന്നു. എടാ, ഉണ്ടായിരുന്നെന്ന്. ഇല്ല, നീ ആ നക്ഷത്രം അങ്ങനെ ആമയെടുത്ത് വിഴുങ്ങി കാണൂ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അങ്ങേർക്ക് നക്ഷത്രം വേണമെന്ന് പറഞ്ഞ ഭയങ്കര ശല്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് കെട്ടിത്തൂക്കി ഇടാനൊന്നും അല്ലല്ലോ. നീന്റെ കാര്യം നോക്കുമ്പോ അത് കൊടുക്കണ്ടേ? ഇത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യം വന്നേ. പിന്നെ എനിക്ക് ഈ ആമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഭയങ്കര സംശയം കുറെ നാളായിട്ട് മനസ്സിൽ കിടക്കാൻ. ഈ ആമ തല അകത്തിട്ടോണ്ട് നടക്കുന്നത് എന്തിനാണ്? അയ്യോ, പുറത്തിട്ടോണ്ട് നടന്നേച്ചാലും മതിയല്ലോ. നല്ല വിശ്വാസമായിരിക്കും. മമ്മൂട്ടിയുടെ ഗ്ലാമറല്ലേ എന്ന് പറഞ്ഞ ആമയ്ക്ക്. ആമയെ പിടിവിട്. നീ ഒന്ന് കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ചെയ്യുന്നത് കള്ളക്കടത്താണ്. പരസ്പര വിശ്വാസം. ആൾക്കാർ കേട്ടോ എന്തോ വിചാരിക്കും. പരസ്പര വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സത്തെന്ന് പറഞ്ഞാലും കൂടെ നിൽക്കണം. അതെ, ചതിക്കരുത്. ഇല്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, ആണോ? ശരി. ഓക്കെ. മൊത്തം പൊളിഞ്ഞടാ. എന്തോ നീ വീട്ടിൽ പോകും. എന്തോ കാര്യം പറ. എടാ, വെള്ളിമൂങ്ങയുടെ വില ഇടിഞ്ഞൊന്നാ. അതിന്റെ ഒറ്റയും പിടിവാളും കണ്ടപ്പോ വിചാരിച്ചു നിന്റെ വീട്ടിലെ മതിലാ ഇടിഞ്ഞെന്ന്. എന്നാ ചെയ്യാൻ ഒരു കാര്യമില്ല. ഇതിപ്പോ എത്ര രൂപ കിട്ടുമെന്നാ പറയുന്നത്? 1500 കൊണ്ടുപോകാൻ കിട്ടിയിട്ട് നമുക്ക് എന്നാ കാണിക്കാനാ? 1500 രൂപ. എന്നാ പിന്നെ ഇതിനെ ചുമന്നോട്ട് നടക്കണം. ഇതിനെ കൂടെ പറഞ്ഞ പുറത്തേക്ക് വിട്. ഞാൻ അങ്ങോട്ടെങ്ങാനും പോകുമ്പോൾ കളഞ്ഞേക്കും. നീ വീട്ടിൽ പോകും. അല്ലല്ല, ഞാൻ പോകും മക്കളെ. അത് വേണ്ട, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കിഴക്കോട്ട് പറത്തേക്കും വിടാം. അല്ലല്ല, ഞാൻ വടക്കോട്ട് പറത്താം. ഞാനവിടെ കൊക്കേന്ന് താഴോട്ടിടാം. ഞാൻ കൊക്കേന്ന് മേളിലോട്ട് പറത്താം. എടാ, ഇതാണല്ലേ നിന്റെ പരസ്പര വിശ്വാസം. എടാ, നിന്നെ എനിക്ക് നല്ല പോലെ അറിയത്തില്ലേ? നിന്റെ ഡാൻസ്, ഫയർ ഡാൻസ് കളിക്കുന്ന നിന്റെ അനിയന്റെ ഫോട്ടോ എടുത്തിട്ട് തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞെന്ന് പറഞ്ഞ് മറിച്ചടിക്കാൻ നോക്കിയാനല്ലേടാ നീ? ഭയങ്കര വിശ്വാസം. ഞാനത് നിന്നെ ഞാൻ അളന്നതാ. എന്റെ കൂടെ നിൽക്കുവോ ഇല്ലയോ എന്ന് വേണ്ടി ഞാൻ അളന്നതാ. അപ്പൊ ഇനി കൂടെ നിൽക്കാലോ? ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അളിയാ, എനിക്ക് വേറൊരു സംശയമുണ്ട്. പറയാ, കള്ളക്കടത്താണല്ലോ. ഇന്നലെയും പത്രത്തിലൊക്കെ കിടക്കുന്നുണ്ട്, ആനക്കൊമ്പ് മറിച്ചു വിറ്റു, ആനക്കൊമ്പ് വലിച്ചൂരി. ഇത് എങ്ങനെയാണ്? ആനയെ ചരിച്ചു കിടത്തിയിട്ട് എളുപ്പമാണോ? അത് കറക്റ്റ് ചോദ്യം. ചോദിക്കാൻ തോന്നിയല്ലോ. അത് തന്നെ നിന്റെ പുണ്യമല്ല, അത് നിന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ ആത്മാവിന്റെ പുണ്യം. അതായിരിക്കാം. കാരണം എന്താ ശരി, ആനക്കൊമ്പ് പറിക്കാന്ന് പറഞ്ഞ നിസ്സാരപ്പെട്ട പണിയേ ഉള്ളൂ. ഞാൻ എഴുതിയെടുത്തോട്ടെ. ഈ റെക്കോർഡ് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോ? ഇല്ല. സ്റ്റുഡിയോ വല്ലതും തപ്പണോ? ഇത് ആനക്കൊമ്പ് പറിക്കാന്ന് പറഞ്ഞാൽ നിസ്സാരം ഒരു 10 രൂപയുടെ കേസേ ഉള്ളൂ. 10 രൂപ കൊടുത്ത് ഒരു ബഡ്സ് മേടിക്കുക. ചെവിയിടുന്ന ബഡ്സാണോ? ബഡ്സ് മേടിക്കാം. എന്നിട്ട് കൊടും ഘോര വനത്തിന് നടുക്കോട്ട് ഇറങ്ങണം. സൈഡിൽ ചെന്നിറങ്ങിയാലോ? ഈ സൈഡിൽ ഇറങ്ങാൻ തീരില്ല, നീ നടുക്ക് തന്നെ ഇറങ്ങണം. അവിടെ ഇങ്ങനെ ഒരു ഇഷ്ടം പോലെ കൊമ്പനാന കാണും. കൊമ്പനാന. ഈ കൊമ്പനാനയുടെ നടുക്കോട്ട് ചെന്നേച്ച് കൊമ്പനാനെ അറിയാതെ ഇതിന്റെ ചെവിയിലോട്ട് ഈ ബഡ്സ് ഇങ്ങനെ ബഡ്സ് ഇട്ട് നല്ല ഈ ആനയുടെ ചെവിയിൽ തന്നെ അല്ലയോ ഈ ബഡ്സ് ഇട്ടത്? സുഖം പറയുമ്പോ ആനയ്ക്ക് നിന്നയ്ക്ക് അങ്ങനെ ഉണ്ടോ? അപ്പൊ ഈ സുഖം കയറി ആന പെരുവരല് നിൽക്കുന്ന സമയത്ത് വലിച്ചൂരിങ്ങി എടുത്തോണ്ടെങ്കിൽ പോരാ. അങ്ങനെയാണല്ലേ ഈ കൊമ്പ് വരുന്നേ? പിന്നെ റോബസ്റ്റാക്കല്ലേ വലിച്ചൂരിക്കൊണ്ട് വരാൻ പറ്റി? ആനക്കൊമ്പ് നീ അതിനെ ചിന്തിക്കുന്നത്, അതൊക്കെ വിട്. അപ്പൊ അങ്ങനെ അല്ലേ? അത് പോട്ടറാ. പിന്നെ വേറൊരു കാര്യം, ഈ വെള്ളിമൂങ്ങ മേടിക്കാൻ വരുന്ന ആരോ നമ്മുടെ ഈ സ്റ്റാൻഡിന്റെ എവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ അവരോട് പറയാൻ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0484. ആ നമ്പറും കൂടി പറഞ്ഞു. 222321. ഇടിക്കാൻ നിറയാൻ.
അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ഇങ്ങനെ കിടന്ന് കരയുന്ന വേറെ ഒന്നും കൊണ്ടല്ല. 11 മണിക്ക് അതിന് ബിസ്ക്കറ്റ് കൊടുക്കണം, 12 മണിക്ക് വെജിറ്റബിൾസ് കൊടുക്കണം, 1 മണിക്ക് ഫ്രൂട്ട്സ് കൊടുക്കണം. നമ്മൾ കള്ളക്കടത്തുകാരാ, അല്ലാതെ കാഴ്ചവെങ്കളാവിലെ വാച്ചറല്ല ഞാൻ. അതെ 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 അതെ, വീണ്ടും ഒരു സംശയം കളിയാ. എന്തുവാടാ? അല്ല, ഇത് ഇങ്ങനെ കിടന്ന് കരയുമ്പോഴത്തെ ഇത് എന്തുവാന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തോ പറയണം? അത് ഞങ്ങളെ അപ്പച്ചനെ സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി. അല്ല, അപ്പൊ ഈ അപ്പച്ചനെ ഈ കൂട്ടിനകത്ത് എങ്ങനെ കയറ്റിയെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തോ പറയണം? നിങ്ങൾ വന്നേ. ഇനി ഡയറക്റ്റ് വല്ല SIO സർക്കിൾ ഇൻസ്പെക്ടറോ DYSP ആരും വന്ന് ചോദിച്ചാലും നീ ഡയറക്റ്റ് കയറി പറഞ്ഞു, ഇന്നത്തെ വെള്ളിമുങ്ങ 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടും, 5 ലക്ഷം രൂപ നിനക്ക്, എനിക്കും 5 ലക്ഷം രൂപ നമുക്ക് പറ. അപ്പൊ പോലീസ് ഓടിക്കത്തില്ലയോ? കൊണ്ടുപോട്ടാ, നിന്റെ കൂടെ കിടന്ന് നരകിക്കുന്നതിനെ കളറൊക്കെ നല്ലതല്ല അയാളെ പോകുന്നത്. പറഞ്ഞോണ്ട് വേണം നമുക്ക് റെഡി എടുത്ത് പറയാനുള്ള. കൂടെ വന്നാൽ കൊണ്ടുപോകാം, കൂടെ വന്നാൽ കൊണ്ടുപോകാം, കൂടെ വന്നാൽ കൊണ്ടുപോകാം, കൂടെ വന്നാൽ പതുക്കെ പറഞ്ഞു പോടാ. ശരിയാക്കി തരാടി. നടക്കണം എന്നെ കിടിപിടിയെല്ലാം കൂടാ. ബസ് കയറി പോടി, നിന്റെ വീട്ടിൽ പോടി. എന്റെ കണ്ണു എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോന്നി. സമരമായിട്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ ഈ പറയുന്നത്? സമരമൊക്കെ നിനക്കെന്ത്? നീ ഇവിടെ നിന്ന് ഇറങ്ങി നിറഞ്ഞാൽ നിന്റെ കാമുകന്മാരൊന്ന് പറക്കും തലകയിലും നിന്നെ കൊണ്ടുപോകും. വെറുതെ നിന്നാ എന്റെ നൈറ്റി എടുത്ത് കൊണ്ടുവന്നപ്പം 5 സിം കാർഡ് വരും, മെമ്മറി കാർഡും അല്ലേടി. എല്ലാത്തിനെയും ഞാൻ പൊക്കുന്നുണ്ട്, എല്ലാത്തിനെയും. മനുഷ്യ വെള്ളം അടിച്ചിട്ട് ആവശ്യമില്ലാത്ത വർത്താനം കൊണ്ട് എന്നോട് പറഞ്ഞുണ്ടല്ലോ. നിന്റെ ഫോണല്ലേ? എന്റെ ഫോൺ ഹലോ ഹലോ മാഡം, എന്റെ കയ്യിൽ കുറച്ച് പ്ലാനുകളുണ്ട്. എന്റെ എല്ലാ പ്ലാനും പദ്ധതി ഞാൻ വിളിച്ചേരാടി. പ്ലാൻ പറയൂ സാർ. അതായത് മാഡം, എന്റെ കയ്യിൽ ഒരു 1250 രൂപയുടെ പ്ലാനുണ്ട്, പിന്നെ ഒരു 1500 രൂപയുടെ പ്ലാനുണ്ട്. എനിക്ക് തോന്നുന്നു മാഡത്തിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത് ഒരു 2500 രൂപയുടെ പ്ലാനാണെന്നാണ്. അത് വേണമെങ്കിൽ മാഡം ഒന്ന് ചൂസ് ചെയ്തോളൂ. ഞാൻ ജോലി ചെയ്ത് പറഞ്ഞത് നിനക്ക് വയ്യല്ലേടി, നിനക്ക് പ്ലാൻ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. എന്റെ മനുഷ്യ, അത് കമ്പനിയാ. ഇതെപ്പോഴും കമ്പനിയായ അപ്പൊ ഞാൻ ഒന്നും അറിയാത്ത സെക്യൂരിറ്റി അവിടെ മാച്ച് ചെയ്യാൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. സെക്യൂരിറ്റി ഞാൻ എന്റെ പൊട്ടാതെ എക്സിക്യൂട്ടീവാ, കസ്റ്റമർ കെയർ. ഏത് കട്ടച്ചറയിലെ കൃഷ്ണൻ കുട്ടിയായിരുന്നാലും അവൻ എല്ലാം ബുക്ക് ഒരുത്തന്റെ പേരായി. ബാക്കി ഇതേപോലെ പറ, കറക്റ്റ് ആയിട്ട് പറ. കൂട്ടിക്കയറിയാലും ശരി, മര കയറിയാലും ശരി, ഇത് ഞാൻ നിന്നെ എല്ലാത്തിനും കൂടെ ഞാൻ വാരി കൂട്ടിയിട്ട് പൊക്കൂടി. നിങ്ങൾ ഈ ജന്മം നന്നാവത്തില്ല, നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല മനുഷ്യ. അവള് അന്നിരിക്കണ അവള്. നിങ്ങൾ ഇനി എന്നോട് മിണ്ടണ്ട പോ. പിന്നെ അങ്ങ് മിണ്ടാൻ വരല്ലേ, നീ ഇന്നത്തോടെ പൊക്കണം. ദൈവമേ, ഒരു നശിച്ച ഓർത്താലും സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞാൽ വീട്ടിലും പോകാൻ പറ്റത്തില്ല. ആമുഖന്മാരവക്ക് കട്ടപ്പുറത്തിരിക്കത്തേ ഉള്ളു. എക്സ്ക്യൂസ് മീ, മണി എത്രയായി? സമയം എത്രയായി? സമയം 11. എക്സ്ക്യൂസ് മീ, എന്റെ കൈ കെട്ടിയിരിക്കണ നന്ദിനി പശുവല്ല, എന്റെ അടുത്തും ചോദിക്കാം. പിന്നെ അങ്ങോട്ടേ ഒന്ന് കയറേണ്ട കാര്യം ഇതിലാണ്. എനിക്കറിയാം എവിടെ ചോദിക്കണം, എന്താ ചോദിക്കണം. ഇങ്ങോട്ട് മാറി മനുഷ്യ. എന്റെ സ്വർണ്ണ അരിഞ്ഞാണം, എന്റെ സ്വർണ്ണ അരിഞ്ഞാണം വലിച്ച് പൊട്ടിക്കരുത്. എന്താ സ്വർണ്ണ അരിഞ്ഞാണം പൊട്ടിയാ? ഒരു മിനിറ്റ്. കറുത്ത ചിരട് പൊട്ടിക്കരുത്, ജപിച്ച് കിട്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് മാറി മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? സാറേ, നല്ലതല്ലേ? എന്റെ ഭർത്താവ്. അയ്യോ, മാറി മനുഷ്യ ഇങ്ങോട്ട്. ഞാൻ ഒരു സർക്കാർ ജോലിക്കാരൻ, എന്റെ അടുത്ത് അഭ്യാസം കാണിക്കരുത്. ഞാൻ ഒരു സർക്കാർ ജോലിക്കാരൻ, എന്റെ അഭ്യാസം കാണിക്കരുത്. എവിടെയുള്ള സർക്കാർ ജോലി? അപ്പുറത്തെ ഓഫീസാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ഓഫീസിലാണ്? അപ്പുറത്തെ സ്റ്റേഷനിൽ. പ്രൈവറ്റ് സ്റ്റേഷനിൽ? അല്ലടാ, പോലീസ് സ്റ്റേഷനില്ല. തൂപ്പാടാ? അല്ലടാ, പോലീസാണ്. ചന്ദ്രൻ പോലീസ്, ഇടിയൻ പോലീസ്. എന്താടാ അമ്മടാ പൊന്നു? എന്റെ സാറേ, മികച്ച നടനല്ലേ ഈ കിടക്കുന്നത്. അങ്ങനെ അടിനാവിക്ക് നോക്കി സാറ് ചവിട്ടി ഒട്ടിക്കേ. നിന്റെ 6-ാം മൈൽ തൊട്ട് 7-ാം മൈൽ കൊണ്ടിടും. വെള്ളം അടിക്കണം. നീ ചെറുത് 30. എന്നെ കൂടെ സാധനം അടിച്ചു വെച്ചേക്കുന്നത് എന്തൊരു നാറ്റോടെ ഇത്? എന്നിട്ട് മാറിയില്ല, എന്നിട്ട് മാറിയില്ല, എന്നിട്ട് മാറിയില്ല. ഇതിനെ നീ ഇപ്പൊ പ്രസവിച്ചിട്ട് നീ വെള്ളം അടിക്കുന്ന ചോദിച്ചത്? വെള്ളം അടിച്ചിട്ട് ഭാര്യമാരെ മദ്യവെക്കരുത്. ഞാൻ തല്ലില്ല സാർ. മർദ്ദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. ഇല്ല സാർ, എനിക്കാണെങ്കിൽ ഈ വെള്ളം അടിക്കുന്നമാരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞരമ്പിന്റെ ചെറിയ ഞരമ്പിന്റെയാ. അങ്ങനെയാ സംസാരിക്കും സാറ്, സംസാരിക്കും. നരമ്പിന്റെ ഞാൻ തല്ലത്തില്ല സാർ. എവിടെ സ്ഥലം? എവിടെ വീട്? എവിടെ? സാറേ, കൊല്ലത്താ വീട്. കൊല്ലത്തോടെ? നമ്മുടെ ചാത്തന്നൂരേ. ചാത്തന്നൂർ. എന്റെ പേര് കേട്ടാൽ അവളെ കിട്ടാൻ പറയ്ക്കും.
അയ്യോ ഞരമ്പിന്റെ ഞരമ്പിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ അത് ഇതെല്ലാം കൂടെ കേട്ടപ്പോ ഇവിടെ ഞാൻ തല്ലൂല സാറേ. അങ്ങനെ മാറിയില്ല ഇല്ല സാർ സാറെ വിളിച്ചു എന്നെ വിളിച്ചു പിന്നെ ഇപ്പൊ നിങ്ങൾ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? സാറേ ഞങ്ങളെ തിരുവനന്തപുരം വരെ ഒന്ന് തിരുവനന്തപുരം. വേറെ കാര്യമുണ്ട്, ഈ ചന്ദ്രൻ പോലീസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേഷൻ പരിധി ചെന്നിറങ്ങിയാലും എസ് ഐയെ കാട്ടി ഭയങ്കര പേടിയ നാട്ടുകാർക്കെന്റെ രാവിലെ അവര് 18 ഇഡലി ഇക്കള് ഞരമ്പ് സാറില്ലേ അതാ സംഭവം അല്ല വിഷയൊന്നുമില്ല അതാ ചോദിക്കട്ടെ എന്തുവാ ഇത്? അത് ഞങ്ങളെ ഒരു ഗിഫ്റ്റ് എവിടെ കൊണ്ടുപോകാൻ ഇവന്റെ ഭാര്യയുടെ കല്യാണം രണ്ടാമത് കല്യാണം കഴിക്കാതെ അങ്ങനെ പോവല്ലേ അവിടെ ചെന്ന ഒരു ഭർത്താവ് ഒരു ഭാര്യയാണല്ലോ കെട്ടുന്നത്. അപ്പൊ ഭാര്യ കെട്ടുമ്പോഴത്തേക്ക് ഭാര്യയുടെ കല്യാണത്തിന് പോയത് ശരി 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 ദേ, ഇന്ന് ബസ് ഇല്ല, വണ്ടി വിളിച്ച് പോകാൻ നോക്ക്. കല്യാണത്തിന് നിൽക്കുക സമയത്ത് അങ്ങ് ചെല്ലണം. പറഞ്ഞു ഓക്കേ സാറേ. മര്യാദക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. ഞാൻ തല്ലൂല സാർ, ഇങ്ങനെയാണ് തുടരുന്നത്. സാറിന് വേദനിച്ചാൽ എന്റെ സാറേ അങ്ങനൊന്നല്ല. ഇങ്ങനെ അടിക്കണേ. ആ, അങ്ങനെ അടിക്കണേ. ഈ മേലെ ഭാര്യ വലിച്ച് അടിക്കരുത് കേട്ടോ. എന്നാ പെരുപ്പാണ് ഇത്. പെട്ടെന്ന് വണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് കയറി വെക്കണം കേട്ടോ. കർത്താല വണ്ടി വിളിച്ച് പോകാൻ നോക്ക്. താങ്ക് യു സാർ. വല്ലാത്തടി കേട്ടോ. അമ്മാ ഒരു പോലീസുകാരനെ കണ്ടപ്പോ നീ എന്താ നിന്നെ പറയാൻ പറ്റുള്ളൂ. നിനക്ക് നീ സിം കാർഡ് കാണും. ഈ കോപ്പൽ എത്ര സിം കാർഡ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. നിനക്ക് എത്ര കള്ളമാമ്പളമുണ്ടെന്നാ മനുഷ്യ നിങ്ങൾ എന്നെ തുണിയൊക്കെ ഇങ്ങ് തന്നേ. നീ കോപ്പ് നിങ്ങൾ ഈ ജന്മം തന്നാ നിങ്ങൾക്ക് സംശയമാണ്. എന്നെ അങ്ങ് സംശയം. ഞാൻ നിങ്ങളോട് ഇറങ്ങിയോ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കണം. നിന്നെ ഞാനല്ലാതെ ആര് കെട്ടുപടി വെള്ളിമൂങ്ങ. എല്ലാരും കണ്ണുള്ള വെള്ളിമൂങ്ങ. ടിണ്ടികിടിണ്ടികിടിങ്. ടികിടിടിങ്. ടിണ്ടികിടിണ്ടികിടിങ്. ടികിടിടിങ്. 10 ലക്ഷം രൂപ നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. അല്ലെന്നേ അവര് ഭാര്യയും ഭർത്താവ് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കിഴങ്ങ അവരെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവരുടെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അതിലേക്കല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് മറ്റേ കോഡൊന്ന് പറഞ്ഞു നോക്കാം. കൂടെ വന്നാൽ കൊണ്ടുപോകാം. ഓക്കെ ഈ സാധനം കിട്ടുന്നു. നമ്മൾ 5 ലക്ഷം ഓർഡർ നമ്മൾ നേരെ അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ കൂടെ വന്നാൽ കൊണ്ടുപോകാം. ചേട്ടാ ചേട്ടൻ നിക്കണ നോക്കണ്ട, പറന്നു ഉയരേ പോടേ. ചേട്ടനെ കണ്ടായിരുന്നൂടെ, ചേട്ടൻ കഴിപ്പണം കേട്ടോ. അതെവിടെ അങ്ങ് നിക്കും, പൊക്കോ. അല്ല അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പൈസയുടെ ഇടപാടാണല്ലോ. പൈസയുടെ ഇടപാടാണല്ലോ. നിങ്ങൾ എന്തോ ഒരു ശരി പറയുന്നേ. എന്താ ബിസിനസ് കേന്ദ്രമേ. അതാണ് പൈസ ഉണ്ട്. അങ്ങനെ ഉണ്ട്. അത് 10 ലക്ഷം ഇല്ലടാ. അതെ 10 അത് വേണം. ഇല്ല 10 പറഞ്ഞു നമ്മളോട്. ആണല്ലേ? ഇത് എങ്ങോട്ടാണ് ഉദ്ദേശം? അതിപ്പം നമ്മളല്ലല്ലോ നിങ്ങളൊക്കെ ബോംബെയിലായിരിക്കും. ഗുണ്ടൽപേട്ടി പോണം. അവിടെ ഇവര് കേന്ദ്രമല്ലേ. ആണല്ലേ? ഭയങ്കര പൈസയല്ലേ. എത്ര നേരം പറഞ്ഞത് മാനുമായിട്ട് പറഞ്ഞു ഇവിടെ വിളിച്ചോണ്ട് പോകാനായിട്ട്. ഇവിടെ കറങ്ങാൻ പറഞ്ഞാൽ കാണിച്ച് പണ്ടാൻ മനസ്സിലാ. പുള്ളി അവരെ ഒന്നെന്തോ. എന്താ പുള്ളി നിന്റെ അടുത്ത് പെണ്ണെ പിടിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞായിരുന്നോ? ഒരു പെണ്ണോട്ട് സ്റ്റാൻഡിൽ നിൽക്കട്ടെ. ഞാൻ മാനുമായിട്ട് പറഞ്ഞു ഇടിച്ചാൽ കേട്ടോ, വയറിടിച്ചുള്ള കളിയാണ് കേട്ടോ. രമേശ് എന്നാ വീണോ? ഇതൊക്കെ വിശേഷം. എന്നായിരിക്കും സാറേ? പോലീസുകാർക്ക് ടൂതാൻ നടക്കിട്ട് കുറെ നേരമായി കേട്ടോ. കുറെ നേരമായി കേട്ടോ. എന്തുവാണ് ഈ പട്ടിക്കകത്ത്? എന്തുവാണ് ഈ പട്ടിക്കകത്ത്? ഒരു കള്ളത്തരമില്ലെന്നേ. എന്ത് കള്ളത്തരം? നിന്റെ മുഖം കണ്ട അറിയാൻ കള്ളത്തരമുണ്ട്. ഇല്ല എന്റെ അമ്മയുടെ സത്യം. കല്യാണം കൂട്ടി കിടക്കുന്ന 10 ലക്ഷം രൂപ വിലയുള്ള വെള്ളിമൂങ്ങയാണ് സത്യം. ഞാൻ ഒരു കള്ളത്തരമില്ല. ഇയാളല്ലയോടെ കുറച്ചു മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞ പോലീസുകാർ വന്നു വെച്ചാൽ ആര് വന്നു വെച്ചാലും ധൈര്യമായിട്ട് പറഞ്ഞോളാം വെള്ളിമൂങ്ങയാണെന്ന്. മനസ്സിലാടാ നീ അപ്പൊ അത് ശരി. എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഞാൻ അറിയാതെ ഈ സ്റ്റാൻഡിനകത്ത് ഇടുന്ന വെള്ളിമൂങ്ങ കച്ചവടം, അതും പട്ടാപ്പകല്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ. അങ്ങനെ ചുമ്മാ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മറ്റേ കോഡ് പറഞ്ഞാലേ കൊണ്ടുപോകാൻ പറ്റൂ. ഏത് കോഡ്? കൂടെ വന്നാൽ കൊണ്ടുപോകാം. ആണല്ലേ? പിന്നെ തടയടാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എന്റെ ഭഗവാന് വെള്ളിമൂങ്ങ പൊക്കാന് ചന്ദ്രന് നാളെ SI ആയിട്ട് പ്രൊമോഷൻ കിട്ടും. ഈശ്വര, സാറിന് എന്തായാലും പ്രൊമോഷൻ കിട്ടും. SI ആയിട്ട് ഈ കേസ് കണ്ടുപിടിച്ചോണ്ട് സാറിന് കമ്മീഷണർ ആവാനുള്ള ഒരു ചാൻസ് ഞാൻ തരാം. അതെന്താണ്? ഒരു കേസ് തരാം. എന്ത് കേസ്? ഇവക്ക് എത്ര മാപ്പിളാരുണ്ട് സാറേ?